നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യൂറോപ്യൻ രാജ്യങ്ങളിൽ വൈറസിന്റെ പുതിയ വകഭേദം റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ഖത്തറിലെ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളം താൽക്കാലികമായി അടച്ചിടുമെന്ന് വ്യാപക പ്രചാരണം. സാമൂഹ്യ മാധ്യമങ്ങളിലാണ് ഇതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ പ്രചരിച്ചത്. മുൻകരുതലുകൾ നടപടികളുടെ ഭാഗമായി വിമാനത്താവളം ഡിസംബർ 31 ശേഷം മറ്റൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ അടച്ചിടുമെന്നായിരുന്നു വാർത്ത. ഖത്തർ പൗരന്മാർക്ക് മാത്രമേ അതിനുശേഷം രാജ്യത്ത് പ്രവേശനാനുമതി നൽകുകയുള്ളൂ എന്നും വാട്സപ്പ് സന്ദേശത്തിൽ പറഞ്ഞിരുന്നു. എന്നാൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഇത്തരം വാർത്തകൾ വിശ്വസിക്കരുതെന്നും അവ തികച്ചും വ്യാജമാണെന്നും വിമാനത്താവളം അടച്ചിടുകയോ അടച്ചിടാൻ തീരുമാനിക്കുകയോ ചെയ്തിട്ടില്ലെന്നും ഹമദ് ഇന്റർനാഷണൽ എയർപോർട്ട് അധികൃതർ ട്വിറ്ററിലൂടെ വ്യക്തമാക്കി. എല്ലാ രാജ്യങ്ങളിലേക്കുമുള്ള സർവീസുകൾ സാധാരണ പോലെ തുടരുമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. ഖത്തറിലേക്കുള്ള ആളുകളുടെ വരവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പൊതുജനാരോഗ്യ മന്ത്രാലയം സസൂക്ഷ്മം നിരീക്ഷിക്കുകയും ആവശ്യമായ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു വരുന്നു. അക്കാര്യത്തിൽ ആർക്കും ആശങ്ക വേണ്ടതില്ല എന്നും അധികൃതർ ആവർത്തിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആരോഗ്യ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ അപ്പോൾ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വിമാനത്താവളം ഡിസംബർ 31 ശേഷം അടച്ചിടുമെന്നതിനാൽ ഖത്തറിന് പുറത്തുള്ള ജീവനക്കാരോട് അതിനു മുൻപ് തന്നെ ഖത്തറിലേക്ക് മടങ്ങി വരാൻ നിർദ്ദേശം നൽകണമെന്ന് വാട്സപ്പ് സന്ദേശത്തിൽ കമ്പനി അധികൃതർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു. അതിനുശേഷം ഖത്തറിലേക്ക് യാത്രാനുമതിയുള്ള ഗ്രീൻ സോണുകളിൽ നിന്നുള്ളവർക്ക് പോലും തിരികെ വരാനാവില്ല. അതേപോലെ നാട്ടിൽ പോവാൻ തീരുമാനിച്ചവർ തൽക്കാലം ഖത്തർ വിടാതിരിക്കുന്നതാണ് നല്ലതെന്നും വാട്സപ്പ് സന്ദേശത്തിൽ പറഞ്ഞിരുന്നു. എന്നാൽ വിവരങ്ങൾ അറിയാൻ ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്നുള്ള വാർത്തകൾ മാത്രം പിന്തുടരാനും സോഷ്യൽ മീഡിയയിലും മറ്റും വരുന്ന അഭ്യൂഹങ്ങൾ അപ്പാടെ വിശ്വസിക്കരുതെന്നും ഹമദ് വിമാനത്താവള അധികൃതർ ആവശ്യപ്പെട്ടു. അതേസമയം ഇന്ത്യയിൽ നിക്ഷേപം ഇറക്കുവാൻ ഖത്തർ ബിസിനസ്സുകാരെയും നിക്ഷേപകരെയും ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ക്ഷണിക്കുന്നു. 2 ദിവസത്തെ സന്ദർശനത്തിനായി ദോഹയിലെത്തിയ അദ്ദേഹം ഖത്തർ ചേംബർ, ഖത്തർ ബിസിനസ് അസോസിയേഷൻ പ്രതിനിധികളുമായി ദോഹ ഷെറാട്ടൺ ഹോട്ടലിൽ നടന്ന യോഗത്തിലാണ് ഈ ക്ഷണം മുന്നോട്ട് വെച്ചത്. കോവിഡാനന്തര കാലത്ത് ഇന്ത്യയും ഖത്തറും തമ്മിൽ കൂടുതൽ സഹകരണ മേഖലകൾ തുറന്നു വന്നതായും അദ്ദേഹം പറയുന്നു. ഇന്ത്യയിലെ നിക്ഷേപ സാധ്യതകളെ കുറിച്ച് ഖത്തർ വാണിജ്യ പ്രതിനിധികൾ മുമ്പാകെ അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.